വെൽക്കം ടു ബിറ്റ്സ് ഓഫ് മീ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനിന്ന് കുറച്ച് ആമസോൺ പ്രോഡക്റ്റ്സാണ് കാണിക്കുന്നത്. ഞാൻ ആമസോണിൽ നിന്ന് ബേബിക്ക് വേണ്ടിയിട്ടും വാങ്ങിച്ച കുറച്ച് പ്രോഡക്റ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഈ നേസൽ ആസ്പിറേറ്റർ. അപ്പം നിങ്ങൾക്ക് കാണാം ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ പാർട്ടൊരു ബൾബ് പോലെ ഉണ്ടാവും. മേലത്തെ പോർഷൻ ഒരു സിലിക്കോൺ മെറ്റീരിയലാണ്. അതിനൊരു ക്യാപ്പൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ആ ക്യാപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലെക്സിബിളായ ഒരു സിലിക്കോൺ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാം. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ബേബിക്ക് കോൾഡ് ഉണ്ട്, മ്യൂക്കസ് ഉണ്ട് മൂക്കിലെങ്കിൽ നമ്മൾ ഈ ബൾബ് പോർഷൻ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് മൂക്കിലേക്ക് ഈ സിലിക്കോൺ പോർഷൻ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഈ പ്രസ് ചെയ്ത ഭാഗം റിലീസ് ചെയ്യുക. അപ്പം ആ ഒരു മേലത്തെ സിലിക്കോൺ പോർഷനിലേക്ക് മ്യൂക്കസ് ഇങ്ങനെ കയറും. അപ്പം നമുക്കങ്ങനെ മ്യൂക്കസ് പുറത്തെടുക്കാം. അപ്പോൾ ഇത് PGൻ്റെ ആണ്. 262 റുപ്പീസായിരുന്നു ഞാൻ വാങ്ങിക്കുമ്പോൾ. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ടെഡ്ഡിയുടെ ബേബി ഡയപ്പേഴ്സാണ്. ഇത് ന്യൂ ബോൺ സൈസിലുള്ള ടേപ്പ് ഡയപ്പേഴ്സാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. എൻ്റെ ബേബി ഓൾമോസ്റ്റ് 4.5 kg അടുത്തായി. ഇപ്പോൾ സ്റ്റിൽ ഞാൻ ടേപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതാ വാങ്ങിക്കൽ പ്രീമിയം ടെഡ്ഡി ബേബി ഡയപ്പേഴ്സ്. ഇത് അപ് ടു 5 kg ആണ്. ഇതിൽ ഈ ഒരു പാക്കിൽ 66 ഡയപ്പേഴ്സ് ഉണ്ടാവും. അപ്പം ഇത് നല്ല കംഫർട്ടബിളാണ്. ഇതിലൊരു ഇൻഡിക്കേറ്റർ, വെറ്റ്നസ് ഇൻഡിക്കേറ്ററൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഡയപ്പർ എടുത്തു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് കാണാം നടുവിലേക്കൂടെ ഒരു യെല്ലോ ലൈന് പോകുന്നത്, അതാണ് വെറ്റ്നസ് ഇൻഡിക്കേറ്റർ വരുന്നത്. പിന്നെ ഇത് ടേപ്പ് സ്റ്റൈൽ ഡയപ്പറാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം ഇങ്ങനെ ഒട്ടിക്കുന്ന ഡയപ്പറാണ്. ന്യൂ ബോണിന് എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ബെറ്റർ. ഒരു 5 kg ഒക്കെ ആയിക്കഴിഞ്ഞാൽ പാൻസിലേക്ക് സ്വിച്ച് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഡയപ്പർ തുറന്നാൽ നിങ്ങൾക്ക് കാണാം ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യാൻ രണ്ട് സൈഡിലൊരു ബാരിയർ പോലെ, ഒരു എലാസ്റ്റിക് ബാരിയർ പോലെയുണ്ട്. അതുപോലെ തന്നെ ഒട്ടിക്കുന്ന 2 പോർഷനാണിത്. നമുക്കത് പറിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലേക്ക് ഒട്ടിക്കാൻ കഴിയും. അപ്പോൾ ഈസി ആയിട്ട് ബേബിക്ക് ഇട്ട് കൊടുക്കാനും ഊരാനൊക്കെ വളരെ എളുപ്പമാണ് ഈ ന്യൂ ബോൺ ബേബിക്ക്. അപ്പം എനിക്കിത് നല്ല ഓഫർ പ്രൈസിന് കിട്ടിയ 477. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ബേബി വൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റിൽസാണ്. എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് കണ്ടാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലിറ്റിൽസാണ്. ലിറ്റിൽസിൻ്റെ ബേബി വൈപ്സ്. അപ്പം ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നത് ഒരു 4 എണ്ണത്തിൻ്റെ കോംബോ പാക്കാണ്. അപ്പോൾ അതിലൊന്നിൽ 80 വൈപ്സ് വരുന്നുണ്ട്. എനിക്ക് സ്റ്റാർട്ടിങ് തൊട്ടിട്ടേ ഒരു റാഷസോ ഒന്നും വരാതെ ഞാൻ ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ലിറ്റിൽസിൻ്റെ ബേബി വൈപ്സ്. അത് കുറച്ച് അഫോർഡബിൾ സൈഡിലുള്ള ബേബി വൈപ്സും കൂടിയാണ്. നമുക്ക് ഇതിൽ പാരബൻ ഫ്രീ ആണ്, ആൽക്കഹോൾ ഫ്രീ ആണ്, അതേപോലെ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. സോ എനിക്ക് ഇത് നല്ലൊരു ഉപകാരമായിട്ട് തോന്നിയൊരു പ്രോഡക്റ്റാണ്. ഇത് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് ഈ 4 എണ്ണത്തിൻ്റെ പാക്കിന് 281 റുപ്പീസായിരുന്നു ഉണ്ടായിരുന്നത് ആമസോണിൽ. നെക്സ്റ്റ് പ്രൊഡക്റ്റാണ് ഫിലിപ്സ് ഏവൻറ്റിൻ്റെ ഈ ഒരു ഫീഡിങ് ബോട്ടിൽ. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന മെയിൻലി ബ്രസ്റ്റ് ഫീഡാണ് എൻ്റെ ബേബിക്ക് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഞാൻ ബ്രസ്റ്റ് പമ്പും കൂടെ വാങ്ങിച്ചിരുന്നു. അപ്പം എന്തെങ്കിലും ഒരു എമർജൻസി ഘട്ടത്തിൽ എൻ്റെ പാരൻസിനോ ആർക്കെങ്കിലും ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പമ്പിൽ നിന്ന് ഞാൻ ഇതിലേക്ക് മാറ്റിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക ചെയ്യാറ്. അപ്പോൾ ഇതെന്ന് പറയുമ്പം ഇതിൻ്റെ ടോപ്പ് ക്യാപ്പ് ഊരിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നിപ്പിൾ നിങ്ങൾക്ക് കാണാം. ഇതൊരു നമ്മളെ ബ്രസ്റ്റ് പോലത്തെ നിപ്പിളാണ്. അതായത് വെറുതെ നമ്മൾ കുലുക്കിയാൽ പാല് പുറത്തേക്ക് വരില്ല. അവർ സക്ക് ചെയ്താൽ മാത്രമേ പാല് പുറത്തേക്ക് വരൂ. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് നിപ്പിളാണ് ഈ ഫിലിപ്സ് ഏവൻറ്റിൻ്റെ. നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നി. ഓവറായിട്ട് പാല് വെറുതെ നമ്മൾ വായിൽ വെച്ചുകൊടുക്കുമ്പോൾ തന്നെ പാല് വീഴുന്ന ഒരു ടൈപ്പല്ല. അവർ സക്ക് ചെയ്യാണ്ട് പാല് പുറത്തേക്ക് വരില്ല. അപ്പോൾ അതേപോലെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 478 റുപ്പീസാണ്. ഇതും നല്ല ഒരു ഫീഡിങ് ബോട്ടിലാണ്. നെക്സ്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തൊട്ടിലാണ്. ഇത് നിങ്ങൾക്ക് കാണാം. ഇത് എൻ്റെ വീട്ടിലിങ്ങനെ ഹുക്സ് ഒന്നും അവൈലബിൾ അല്ല. അപ്പം ഞാനിങ്ങനെ ജനലുമേൽ ഫിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന തൊട്ടിലാണ് വാങ്ങിച്ചത്. അതിൻ്റെ 1494 ആണ് ഞാൻ വാങ്ങിക്കുമ്പോൾ പ്രൈസ്. നല്ലൊരു പ്രൊഡക്റ്റായിരുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് പമ്പാണ്. ഈ ബ്രസ്റ്റ് പമ്പ് നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റാണെന്ന് പറയും ഞാൻ. ഇതൊരു ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പാണ്. R4 റാബിറ്റ് എന്ന ബ്രാൻഡിൻ്റെയാണ്. ഇതിൽ മസാജിങ് മോഡും സക്ഷൻ മോഡ്സൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ബ്രസ്റ്റിനെ ആദ്യം ഒന്ന് മസാജ് ചെയ്ത് പാല് വരുത്തിക്കുന്ന മോഡിലേക്ക് നമുക്ക് എത്തിക്കാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് അവിടെ പിടിച്ചു കൊടുക്കുകയേ വേണ്ടുള്ളൂ. പാല് സക്ക് ചെയ്തോളും. മാനുവലിനെ പോലെ നമുക്ക് കൈ കഴക്കില്ല. നെക്സ്റ്റ് ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ വരുന്നത് ഇത്രയും
ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ കൂടെ വരുന്നത് ഒരു സക്ക് ചെയ്യേണ്ട പോർഷനും അതേപോലെ മേലെ ഒരു മോട്ടോർ കാണാം, താഴെ അത് പാല് കളക്ട് ചെയ്യേണ്ട ഒരു ബോട്ടിലും. അപ്പം ഈ മോട്ടോർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മസാജ് മോഡ്, സക്ഷൻ മോഡൊക്കെ ഉണ്ട്, ഓൺ ആൻഡ് ഓഫ് ബട്ടണ്, അതേപോലെ കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ള ഓപ്ഷനുണ്ട്. അപ്പം ഇത് കംപ്ലീറ്റ്ലി ചാർജബിളാണ്. നമുക്ക് USB കേബിളും അവൈലബിളാണ്. അത് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കാണാം ബോട്ടിൽ, പാല് കളക്ട് ചെയ്യുന്ന ബോട്ടിലുണ്ട്. അപ്പം അത് 210 ml വരെയാണുള്ളത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1996 ആണ്. എമർജൻസി കേസിൽ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു അടിപൊളി പ്രോഡക്റ്റാണ് R4 റാബിറ്റിൻ്റെ ഈ ഒരു ബ്രസ്റ്റ് പമ്പ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഒരു റോംബറാണ്. ഇതിൻ്റെ പ്രൈസ് 449 ആണ്. ഇപ്പം 0 to 3 months ഔട്ട് ഓഫ് സ്റ്റോക്കാണ് ആമസോണിൽ. നിങ്ങൾക്ക് പിക്ചർ കാണാം. സ്ലീപ്പിംഗ് സ്യൂട്ടായിട്ടാണ് ഞാൻ യൂസ് ചെയ്തത്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.